കണ്ണൂർ ജില്ലയുടെ കിഴക്കേ അറ്റത്ത് എടൂർ കഴിഞ്ഞ് കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ പൊതുവെ അയ്യൻകുന്ന് എന്നാണ് അറിയപ്പെടുന്നത്. അയ്യൻകുന്ന് പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു കുടിയേറ്റ കേന്ദ്രമാണ് അങ്ങാടിക്കടവ്. മലകളും കുന്നുകളും നിറഞ്ഞ ഫലഭൂയിഷ്ഠമായ പ്രദേശമാണ് അങ്ങാടിക്കടവ്. പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അന്ത്യം വരെ അങ്ങാടിക്കടവ് ഉൾപ്പെടുന്ന അയ്യൻകുന്ന് പ്രദേശം ജനവാസമോ കൃഷിയോ ഇല്ലാത്ത നിബിഡ വനങ്ങളായിരുന്നു. അങ്ങാടിക്കടവ് പ്രദേശത്ത് ആദ്യ കുടിയേറ്റക്കാരൻ വേങ്ങത്താനത്ത് തോമസ് ആണ്. വന്യമൃഗങ്ങളുടെ നിരന്തര ശല്യവും മലമ്പനിയും ജീവിത സൗകര്യങ്ങളുടെ കുറവും നിമിത്തം വേങ്ങത്താനത്ത് തോമസ് സ്ഥലം ജന്മിക്ക് തിരിച്ചു നൽകി നാടുവിടുകയായിരുന്നു. ഇതിനുശേഷം കുറെ കാലത്തേക്ക് അങ്ങാടിക്കടവ് പ്രദേശത്തേക്ക് കുടിയേറ്റ ശ്രമങ്ങളൊന്നും നടന്നില്ല. 1947-49 വർഷങ്ങളിൽ കുടിയേറ്റം ശക്തി പ്രാപിച്ചു. 1947 ജൂൺ 24 ഇടവകയിൽ നിയമിക്കപ്പെട്ട വർക്കിയച്ചൻ നാടിന്റെ വികസനത്തെ മുൻകൂട്ടി കണ്ട് എടൂരിൽ നിന്നും നാനാഭാഗത്തേക്ക് വെട്ടിത്തുറന്ന റോഡുകൾ ഈ പ്രദേശത്തിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് നിദാനമായി. ഫെബ്രുവരി 2 തലശ്ശേരി രൂപതാധ്യക്ഷൻ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി അങ്ങാടിക്കടവ് തിരുഹൃദയ ദേവാലയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. ഈ ഇടവകയിൽ 850ഓളം കുടുംബങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. ഈ ഇടവകയിൽ വിവിധ ഭക്തസംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടി തിരുബാല സഖ്യവും മിഷൻ ലീഗും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. ഇടവകയിലെ അധ്യാപകരും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും വളരെ സജീവമായിട്ട് കുട്ടികളെ വിശ്വാസ ജീവിതത്തിൽ വളർത്തുവാൻ വേണ്ടി ഈ സംഘടനയിലെ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നത് വഴിയായിട്ട് കുഞ്ഞുങ്ങൾ ദൈവസ്നേഹത്തിലും ഈശോയോടുള്ള ആ സ്നേഹത്തിൽ വളർന്ന് പ്രേക്ഷിത ചൈതന്യം പങ്കുവയ്ക്കുവാനായിട്ട് ഈ സംഘടനകളുടെ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. യുവജനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി KCYM വളരെ സജീവമായിട്ട് ഇടവകയിൽ പ്രവർത്തിച്ചു വരുന്നു. യുവാക്കൾ ഇടവകയിലെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതുപോലെ വ്യക്തിത്വ വികസനത്തെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളും ഒക്കെ നയിച്ച് ഒരു ക്രിസ്തീയ യുവജനങ്ങളുടെ കൂട്ടായ്മ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരിടവകയാണ് അങ്ങാടിക്കടവ്. അതുപോലെ തന്നെ വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റി മറ്റ് ഏതൊരിടവയിലും കാണാത്ത രീതിയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ്. പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വളരെയേറെ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരിടവക സമൂഹത്തെ ഇവിടെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കുന്നുണ്ട്. വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ വളരെ സജീവമായിട്ട് ഒരു ആംബുലൻസിൻ്റെ പ്രവർത്തനം നടക്കുന്നു എന്നുള്ള വളരെയേറെ എടുത്തു പറയത്തക്ക ഒരു നേട്ടമായിട്ട് കാണാൻ സാധിക്കും. ആംബുലൻസിൻ്റെ പണം മുഴുവൻ ഇവിടെ വിവിധ വ്യക്തികളിൽ നിന്ന് ഈ സമൂഹത്തിലെ നല്ലവരായ ആൾക്കാരിൽ നിന്ന് സ്വരൂപിച്ച് ആംബുലൻസിൻ്റെ പ്രവർത്തനം വളരെ സജീവമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ അമ്മമാരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ മാതൃവേദി സംഘടന വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ അൽമായർക്ക് വേണ്ടിയിട്ട് അൽമായരുടെ 3-ാം സഭ വളരെ സജീവമായ പ്രവർത്തനം കാഴ്ചവെക്കുകയാണ്. പ്രാർത്ഥനാ കാര്യങ്ങളിൽ ഇടവക സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വളരെ നല്ലൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഇവിടെ സജീവമായിട്ടുണ്ട്. ആ വളരെയേറെ ആത്മീയ ഉണർവ് അവരുടെ നേതൃത്വത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയുമൊക്കെ ഇവിടെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ഇടയാകുന്നുണ്ട്. അതുപോലെ സാമ്പത്തിക രംഗത്ത് കൂടുതൽ ഉണർവുണ്ടാക്കുവാൻ വേണ്ടിയിട്ട്
ക്രെഡിറ്റ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ സജീവമായ ഒരു സംഘടിത സാമൂഹിക പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, സാമൂഹിക രംഗത്തും ഒക്കെ വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് രൂപതയിൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു TSSൻ്റെ ക്രെഡിറ്റ് യൂണിയൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കും. ഈ ഇടവകയിൽ നിന്ന് 125 സിസ്റ്റേഴ്സും 33 വൈദികരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് സേവനമനുഷ്ഠിക്കുന്നു എന്നുള്ളത് ഈ ഇടവക സമൂഹത്തിൻ്റെ ആഴമായ വിശ്വാസത്തിൻ്റെ പ്രകടനമായിട്ട് തീർച്ചയായിട്ടും കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ഈ ഇടവകയ്ക്ക് ഒരു സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കുരിശുപള്ളിയുണ്ട്, ആനപ്പന്തി. ഈ ഇടവക സമൂഹത്തിൽ മാത്രം 670ഓളം കുടുംബങ്ങളുണ്ട്. 30 വാർഡുകളായിട്ട് തിരിച്ച് കൃത്യമായി എല്ലാ മാസവും, മാസത്തിലെ എല്ലാ ദിവസവും വിവിധ വാർഡുകളിൽ പ്രാർത്ഥനായോഗം ബഹുമാനപ്പെട്ട കമ്മിറ്റിക്കാരുടെയും അച്ഛൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും എല്ലാ സഹകരണത്തോടെ വളരെയേറെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു നല്ല വിശ്വാസമുള്ള ഒരു സമൂഹത്തെ ഇവിടെ രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടെ ഓർക്കുന്നൊരു കാര്യമാണ്. ഈ ഇടവകയിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഇവിടെ കുടിയേറിയ പിതാക്കന്മാർ കൂടുതലേറെ പ്രാമുഖ്യം കൊടുത്തതുകൊണ്ട് ഇവിടെ പ്രൈമറി വിദ്യാഭ്യാസം തൊട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് വരെ ഒത്തിരിയേറെ അവസരങ്ങൾ സൃഷ്ടിക്കുവാനും ഒത്തിരിയേറെ സ്ഥാപനങ്ങൾ പടുത്തുയർത്തുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇടവകയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കാരണം ആത്മാർത്ഥതയുള്ള, വിശ്വാസമുള്ള ഒരു സമൂഹം, ഒരു വിശ്വാസ സമൂഹം ഈ ഇടവകയ്ക്കുണ്ട് എന്നുള്ളതാണ്. മൂവന്തി നേരത്ത് മാനത്തു മിന്നണ മിന്നാമിനുങ്ങുകളെ, മിന്നിയും മങ്ങിയും മാനത്തിനപ്പുറമെന്തു തിരയുന്നു, നിങ്ങളെന്തു തിരയുന്നു? മൂവന്തി നേരത്ത് മാനത്തു മിന്നണ മിന്നാമിനുങ്ങുകളെ, മിന്നിയും മങ്ങിയും മാനത്തിനപ്പുറമെന്തു തിരയുന്നു, നിങ്ങളെന്തു തിരയുന്നു? മാനത്തിനപ്പുറം മാലാഖമാരുടെ നാടു തിരയുന്നു, മാലാഖമാരുടെ നാട്ടിലെ യേശുവിൻ വീടു തിരയുന്നു. മാനത്തിനപ്പുറം മാലാഖമാരുടെ നാടു തിരയുന്നു, മാലാഖമാരുടെ നാട്ടിലെ യേശുവിൻ വീടു തിരയുന്നു. മൂവന്തി നേരത്ത് മാനത്തു മിന്നണ മിന്നാമിനുങ്ങുകളെ, മിന്നിയും മങ്ങിയും മാനത്തിനപ്പുറമെന്തു തിരയുന്നു, നിങ്ങളെന്തു തിരയുന്നു? പുഞ്ചിരിക്കും പൂങ്കുയിലേ ഒന്നു നീ പോരാമോ, തൊട്ടിലാടും കുഞ്ഞിനായി നിൻ പാട്ടൊന്നു മൂളാമോ? പുഞ്ചിരിക്കും പൂങ്കുയിലേ ഒന്നു നീ പോരാമോ, തൊട്ടിലാടും കുഞ്ഞിനായി നിൻ പാട്ടൊന്നു മൂളാമോ? പാട്ടുമൂളാൻ നേരമില്ല, മാനത്തു ചെല്ലേണം, മാലാഖമാരുടെ കൂടെയും യേശുവിൻ നാമം ജപിക്കേണം. പാട്ടുമൂളാൻ നേരമില്ല, മാനത്ത് ചെല്ലേണം, മാലാഖമാരുടെ കൂടെയും യേശുവിൻ നാമം ജപിക്കേണം.
നേരത്ത് മാനത്തു മിന്നണ മിന്നുകളെ മിന്നിയും മങ്ങിയും മാനത്തിനപ്പുറമെന്തു തിരയുന്നു നിങ്ങളെന്തു തിരയുന്നു നാലു വെളുപ്പിനു നാടാകെ വീശണ കുഞ്ഞിക്കുളിർക്കാറ്റേ വേഗത്തിൽ താളത്തിൽ ആരും കാണാതെ നീ എങ്ങോട്ടു പോകുന്നു നാലു വെളുപ്പിനു നാടാകെ വീശണ കുഞ്ഞിക്കുളിർക്കാറ്റേ വേഗത്തിൽ താളത്തിൽ ആരും കാണാതെ നീ എങ്ങോട്ടു പോകുന്നു പുൽക്കൂടിൽ ഉണ്ണി പിറന്നതറിഞ്ഞില്ലേ കാണുവാൻ പോകുന്നു ഉണ്ണിക്കു നൽകുവാൻ ചെമ്പനിൽ പൂവിൻ സുഗന്ധമായി പോകുന്നു പുൽക്കൂടിൽ ഉണ്ണി പിറന്നതറിഞ്ഞില്ലേ കാണുവാൻ പോകുന്നു ഉണ്ണിക്കു നൽകുവാൻ ചെമ്പനിൽ പൂവിൻ സുഗന്ധമായി പോകുന്നു മൂവന്തി നേരത്ത് മാനത്തു മിന്നണ മിന്നുകളെ മിന്നിയും മങ്ങിയും മാനത്തിനപ്പുറമെന്തു തിരയുന്നു നിങ്ങളെന്തു തിരയുന്നു മൂവന്തി നേരത്ത് മാനത്തു മിന്നണ മിന്നുകളെ മിന്നിയും മങ്ങിയും മാനത്തിനപ്പുറമെന്തു തിരയുന്നു നിങ്ങളെന്തു തിരയുന്നു മാനത്തിനപ്പുറം മാലാഖമാരുടെ നാടു തിരയുന്നു മാലാഖമാരുടെ നാട്ടിലെ യേശുവിൻ വീടു തിരയുന്നു മാനത്തിനപ്പുറം മാലാഖമാരുടെ നാടു തിരയുന്നു മാലാഖമാരുടെ നാട്ടിലെ യേശുവിൻ വീടു തിരയുന്നു മൂവന്തി നേരത്ത് മാനത്തു മിന്നണ മിന്നുകളെ മിന്നിയും മങ്ങിയും മാനത്തിനപ്പുറമെന്തു തിരയുന്നു നിങ്ങളെന്തു തിരയുന്നു കാട് മൂടിക്കിടന്ന ഒരു പ്രദേശത്തിൽ വികസനത്തിന്റെ പാത തെളിച്ച ജനനായകൻ. ഇടവക ദേവാലയവും ദേവാലയത്തോട് ചേർന്ന് പള്ളിക്കൂടങ്ങളും വൈദ്യസഹായത്തിന് ആതുരാലയങ്ങളും സേവനത്തിന് ഗവൺമെന്റ് സ്ഥാപനങ്ങളും അങ്ങാടിക്കടവിൽ കൊണ്ടുവരാൻ മത്തായി സാറിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞു. കൃഷിയിൽ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞ കുടിയേറ്റ ജനതയുടെ കാർഷിക അഭിവൃദ്ധിക്ക് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി സ്ഥാപിച്ചത് പുതിയ വഴിത്തിരിവായി. ഇന്ന് വാർദ്ധക്യത്തിന്റെ അവശതയിലും ആവേശത്തോടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ മത്തായി സാർ നോക്കിക്കാണുന്നു. ാണ് മാതാപിതാക്കൾ ഇവിടെ വന്ന് സ്ഥലം വാങ്ങി താമസം തുടങ്ങിയത്. 48 ഞാൻ ഇവിടെ 2 വയസ്സുള്ളപ്പോൾ എത്തിച്ചേർന്നു. കളരിയിലാണ് ആദ്യം പഠിക്കുന്ന ആശാൻ കളരി. അതായിരുന്നു ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ഇന്നത്തെ KCVM പകരമുള്ള കത്തോലിക്ക യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകനായി തുടങ്ങി ക്ലബ്ബൊക്കെ രൂപീകരിച്ച് ലൈബ്രറിയൊക്കെ പള്ളിക്ക് വേണ്ടി ഉണ്ടാക്കി. അന്ന് സ്ഥാപനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി സിനിമ പ്രദർശനം നടത്തി. അങ്ങനെ പണമുണ്ടാക്കി പഞ്ചായത്തിൽ നിന്നും കോൺട്രാക്ട് എടുത്ത് റോഡ് കൊണ്ടത് അതിൻ്റെ മേൽനോട്ടം വഹിച്ച് അങ്ങനെ പണം ഉണ്ടാക്കിയിട്ടാണ് പള്ളിയുടെ ലൈബ്രറിക്ക് വേണ്ടിയിട്ട് ക്ലബിൻ്റെ നേതൃത്വത്തിലുള്ള ലൈബ്രറിക്ക് വേണ്ടിയിട്ട് സംവിധാനങ്ങൾ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ സ്വന്തമായിട്ട് പൊതുപ്രവർത്തനങ്ങൾ കൂടുതൽ രംഗത്ത് വരികയും ആശുപത്രിക്ക് അങ്ങാടിക്കടവിൽ 72 10 കിടക്കകളോടുകൂടി ഒരു ആശുപത്രിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ആദ്യകാലത്ത് ഗതാഗത സൗകര്യങ്ങളുണ്ടായിരുന്നില്ല. ഗതാഗത സൗകര്യം ഇല്ലാതിരുന്ന വള്ളിത്തോട്ടിൽ നിന്നും തോണി കിടന്ന് നടന്നാണ് എത്തിക്കൊണ്ടിരുന്നത്. ബസ് കുറവായിരുന്നതുകൊണ്ട് ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ തുടക്കകാലത്ത് 48 രക്ഷകർത്താക്കളുടെ കൂട്ടത്തിൽ വള്ളിത്തോട്ടിൽ നിന്ന് നടന്ന് വരേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. വള്ളിത്തോട്ടല്ല, ഇരുട്ടിയിൽ നിന്ന് നടന്ന് വള്ളിത്തോട്ടിൽ വന്ന് തോണി കിടന്ന് ഇവിടെ എത്തി വീട്ടുപകരണങ്ങളും വീട്ടു സാധനങ്ങളും ഭക്ഷ്യവസ്തുക്കളും എല്ലാം അങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്തിരുന്നത്. നെൽകൃഷി ഉണ്ടായിരുന്നു. 6 ഏക്കറോളം വയറ് ഞങ്ങൾ സഹോദരന്മാർക്ക് 3 പേർക്കായിട്ടുണ്ടായിരുന്നു. ഏറ്റവും പുതിയ ഇനം വിത്തുകൾ കോട്ടയത്തു നിന്നും മറ്റു സ്ഥലങ്ങളിലായിട്ട് എത്തിച്ച് കൃഷി
ഡെപ്യൂട്ടി ഡയറക്ടർ എല്ലാം എത്തിച്ച് കർഷകർക്ക് വിതരണം ചെയ്തിരുന്നു. ജലസേചന സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി ബണ്ടിൽ നിന്നും വെള്ളം കൂട്ടുന്നതിന് വേണ്ടി രാത്രി കാലങ്ങളിലൊക്കെ ശ്രമിച്ചിരുന്നു. പിന്നെ ഏറ്റവും നല്ല വാഴക്കൊല കണ്ണൂർ മാർക്കറ്റിൽ എത്തിച്ചുകൊണ്ടിരുന്നത് കേന്ദ്രവാഴ കൃഷി 3000 വാഴ വരെ കൃഷി ചെയ്ത കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ബസ്സിൽ കയറ്റി അവസാന കാലഘട്ടത്തിൽ കൊണ്ടുവരുന്നു. ആദ്യ കാലഘട്ടത്തിൽ കളവണ്ടിക്ക് പള്ളിത്തോട് വരെ കൊണ്ടുപോയി അവിടെ തോണി കിടത്തി അപ്പുറം ചുമന്നെത്തിച്ച് അതിന് ശേഷം അവിടെ നിന്ന് വള്ളിത്തോട്ടിൽ നിന്നും കണ്ണൂർ മാർക്കറ്റിലെത്തിച്ച് കൊല കൊടുത്തുകൊണ്ടിരുന്നു. പള്ളിയുടെ ഉദ്ഘാടനം 1970 നടത്തിയത്. അന്ന് പള്ളിയുടെ മുകളിൽ കുരിശ് സ്ഥാപിക്കുന്നതിന് വേണ്ടി KL ജോർജ് സാറും ഞാനും എല്ലാം കൂടിയുള്ള ശ്രമദാനത്തിൽ പങ്കെടുത്തിരുന്നു. അന്ന് BEd കഴിഞ്ഞ് എത്തിയ ഉടനെയായിരുന്നു അത്. അങ്ങനെ പൊതുരംഗത്തേക്ക് തുടങ്ങുന്ന അവിടെ നിന്നാണ്. അത് കഴിഞ്ഞ ശേഷം പള്ളിക്ക് വേണ്ടിയിട്ട് പള്ളി ഹൈസ്കൂൾ ലഭിച്ച ഉടനെ ഹൈസ്കൂളിന് വേണ്ട ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടി പകരപ്പെട്ട ജോർജ് തെക്കഞ്ചേരി അച്ഛൻ്റെയും തുടർന്നുള്ള വികാരിമാരുടെയും നേതൃത്വത്തിൽ ശ്രമദാനമായ ആളുകളെ കൊണ്ട് പണിയെടുപ്പിച്ച് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ആദ്യം ഗവൺമെൻറ് സഹായത്തോടെ പൂർത്തീകരിച്ച സ്റ്റേഡിയമാണ് അങ്ങാടിക്കടവിലേത്. ഏതാണ്ട് 6 ലക്ഷം രൂപയോളം മുടക്കി സ്റ്റേഡിയവും ബാസ്കറ്റ്ബോൾ കോർണറ്റ് കോർട്ടും സ്റ്റേജും ഉൾപ്പെടെ ഗാലറി ഉൾപ്പെടെ ഏറ്റവും ആദ്യം പൂർത്തിയാക്കിയ സ്ഥാപനമാണ് അങ്ങാടിക്കടവ് സെക്രട്ടറി ഹൈസ്കൂൾ സ്റ്റേഡിയം. ഭാര്യ ഏലിക്കുട്ടിയും 2 കുട്ടികളുമായിട്ടാണ് വന്നത്. വന്നു കഴിഞ്ഞതിന് ശേഷം മുള വെട്ടി പെരയുണ്ടാക്കി ചാണകം മെഴുകുന്ന തറയായിരുന്നു. പിന്നെ വേനൽക്കാലത്ത് ആയതുകൊണ്ട് പിന്നെ പുല്ല് വെട്ടി പെരയാക്കി. അത് കഴിഞ്ഞിട്ട് വേനൽക്കാലത്ത് തീ ഭയം, മഴക്കാലത്ത് ഭയങ്കരമായ വെള്ളപ്പൊക്കം നനച്ചിട്ട് തന്നെ. ഓടി വെച്ച പെരകൾ ഇല്ല, ഓരോന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. മഴക്കാലത്ത് വലിയ മഴ വരുന്ന കാലത്ത് ആൾക്കാർക്ക് പിന്നെ അക്കരെ കടക്കാൻ പാടില്ലാത്ത അവസ്ഥയാണ്. വള്ളം ഇവിടെ മൂരുവണ്ടിയും കൊണ്ട് മാത്രമാണ് അന്നത്തെ ജീവിതം. ആന തടി വലിച്ച ഓരോ ചാലുണ്ട്, ആ ചാലിൽ കൂടിയാണ് മൂരുവണ്ടി പോകുന്നത്. ഇവിടുന്ന് വള്ളിത്തോട്ടിന് സാധനങ്ങൾ ചുമന്ന് കൊണ്ടുപോകണം, തിരിച്ച് ചുമന്ന് ഇങ്ങോട്ടും വരണം. ഒരു ദിവസത്തെ പണിയാണ്. ആദ്യകാലത്ത് ഇവിടുന്ന് പള്ളിയിൽ പോകുന്ന ഈ പുഴ ഉള്ളതുകൊണ്ട് പുഴയുടെ ഇക്കരെ പെണ്ണുങ്ങളായിട്ടുള്ളവർ അങ്ങനെ വള്ളിപ്പോക്ക് കുറവാണ്. മലവെള്ളം കാരണം പോകാൻ പറ്റില്ല. പിന്നെ ആ താഴെ ഒരു കടവിലുള്ളിടത്ത് ഞാൻ വരുമ്പം പിന്നെ നേറ്റിത്തുണി വെച്ചിരിക്കുകയാണ്. പള്ളിയിൽ പോണ തുണി നേറ്റിത്തുണി കൊടുത്തിട്ട് പള്ളിയിൽ പോണ തുണി കൈ പിടിച്ചതുകൊണ്ട് അക്കരെ ചാടും. അക്കരെ കയറിയിട്ട് പാലമൊന്നുമില്ലല്ലോ. ഈ തുണി അവിടെ ഇട്ടിട്ട് മറ്റേ പള്ളിയിൽ പോണ തുണി കൊടുത്തുകൊണ്ട് പള്ളിക്ക് പോകും. തിരിച്ച് വരുമ്പോൾ അവനവൻ്റെ തുണി അവിടെ വെച്ചേക്കും. ആ തുണി എടുത്ത് കൊടുത്തിട്ട് വീട്ടിലേക്ക് പോകും. ഈ തുണി നനയാതെ കൊണ്ടുപോകണം. അങ്ങനെയാണ് അന്നത്തെ കഷ്ടപ്പാട്. പാലമില്ല, അത് ആ ഒരു കവുങ്ങ് വെട്ടാൻ കവുങ്ങില്ലല്ലോ. എവിടെയെങ്കിലും തടി വെട്ടിക്കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് കെട്ടാൻ കയറുമില്ല. അങ്ങനെ അവസ്ഥ. ഒത്തിരി പേര് താഴെ പോവുകയും മരിച്ചു പോവുകയും എല്ലാം ചെയ്തിട്ടുണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ. പിന്നെ അന്ന് പുറത്ത് ചികിത്സയ്ക്ക് കൊണ്ടുപോയാൽ തന്നെ ഇവിടുന്ന് ആൾക്കാരെടുത്ത് വല്ല കസേരയിലൊക്കെ വെച്ച് എടുത്ത് കെട്ടി പോയി കഴിഞ്ഞാൽ അതൊന്നും എത്തുകയില്ല. അവിടെ അങ്ങനെ എവിടെയെങ്കിലും ഇരുട്ടി ചെന്നാൽ ഒരു കമ്പൗണ്ടറേ ഉള്ളൂ. പിന്നെ തലശ്ശേരിക്ക് പോകണ്ടേ. ഒത്തിരി പേരെ തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരിൽ നിന്നും കൊണ്ടുവരാതിരുന്നിട്ടുണ്ട് മരിച്ചിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ. എൻ്റെ ഒരു സഹോദരി അങ്ങനെ മരിച്ചു പോയിട്ടുണ്ട്. കണ്ണൂരാണ് അടക്കിയിരിക്കുന്നത്. ഞാൻ കൂട്ടത്തിലുണ്ട്. കൊണ്ടുവരാൻ പറ്റിയാലോ അവസ്ഥ അതാ. പിന്നെ ഉരുപ്പുംകുറ്റിയിൽ നിന്ന് ഞങ്ങൾ വന്ന പിന്നെ ഒരു പെണ്ണെ പ്രസവത്തിന് കൊണ്ടുപോകാനായിട്ട് കോട്ടയത്തു നിന്ന് മറ്റോ നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നു. പ്രസവാടകത്തിൽ കൊണ്ടുപോയാൽ മതി ഞാൻ ചിരിക്കായിരുന്നു. ഒരു കാര്യം ചെയ്തു, അവർ വന്ന് വരുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടുന്ന് അവർക്ക് പിന്നെ പ്രസവവേദന ഉണ്ടായി. ഈ പെണ്ണിന് അവിടെയുള്ളവർ വീട്ടിലുള്ള കിട്ടാൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ കൂടി എടുത്ത് അങ്ങാടിക്കടയിൽ വന്നപ്പം ആൾ മരിച്ചു. നാട്ടിൽ നിന്ന് സ്വന്തം അപ്പനും അമ്മയും വന്നത് ശവ കാണുന്നത് മരിച്ചു. ഇവിടെ വെച്ചിട്ട് അങ്ങാടിക്കടയിൽ വെച്ചിട്ട് പള്ളിക്കൽ അന്ന് അച്ഛനില്ലെന്ന് തോന്നുന്നു. എങ്ങനെയായാലും വന്ന് പിറ്റേ ദിവസം അവിടെ അടക്കിയിട്ട് പോകാതെ പ്രസവിച്ചുമില്ല. അങ്ങനെയുള്ളതായ കഷ്ടപ്പാടുകളാണുള്ളത്. അത് എണ്ണി പറഞ്ഞാൽ തീരുകയില്ല. എല്ലാവർക്കും ഉണ്ട് ഈ അനുഭവങ്ങൾ. മലബാരത്ത് കയറിയ മൊത്തം പേർക്ക് ഈ അനുഭവങ്ങളാണുള്ളത്. ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റിയല്ലത്. ഇപ്പോൾ JCB വന്നാൽ 2 മണിക്കൂർ പണിയുടെ പണിക്ക്
പിന്നെ 2 മാസം പണിതിട്ടാണ് ഞങ്ങളൊക്കെ അന്നത്തെ പെരയ്ക്ക് തറയുണ്ടാക്കിയത്. കാരണം ഞവരി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിനെ വളഞ്ഞ കമ്പ് പിടിപ്പിച്ചിട്ട് അതിനെ കയറിട്ട് കെട്ടിയിട്ട് പിന്നെ 2 പേര് കൂടി കിളച്ച് വെക്കുകയും 2 പേര് അമുക്കി പിടിക്കുകയും വലിച്ചിട്ട് നിരത്തുവാണ്. തലച്ചുകൊണ്ട് കോരി ഇട്ടാൽ ഒട്ടും നിറയ്ക്കില്ല, ഒരുപാട് കോരണ്ടേ. അതുകൊണ്ട് തലച്ചുകൊണ്ടും കോരി ഇടും. ഇങ്ങനെ കൊല്ലങ്ങൾ കൊണ്ടാണ് ഒരു പെരത്തരമൊക്കെ ഉണ്ടാക്കുന്നത്. പല രൂപയ്ക്കും വെട്ടിയൊക്കെ ആ നാട്ടിലൊക്കെ ഉണ്ടാക്കി കൂട്ടി വെച്ചാൽ അത് ഇടിഞ്ഞും ചാടും. അങ്ങനെ കുഴപ്പം. അതുകൊണ്ട് ഒരുമാതിരി നന്നായിട്ട് വെക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടാണ്. മണ്ണ് വലിച്ചു മാറ്റണം. JCB ഒന്നും ഇല്ലല്ലോ. അങ്ങനെയാണ് അന്നത്തെ പെരയുടെ പണിയൊക്കെ ഉള്ളത്. ഓലപ്പന്ത് കെട്ടി പിള്ളേർക്ക് കൊടുക്കും. പിള്ളേരിങ്ങനെ വഴക്ക് കൂടിയും ചിത്താന്തം പിടിച്ച് നടക്കുമ്പോൾ ഓരോ പന്ത് ആൾക്കാർക്ക് പിള്ളേർക്ക് കൊടുത്താൽ പിള്ളേർ അതും കളിച്ചുകൊണ്ട് നടന്നോളും. നമുക്ക് നേരത്തെ എന്തെങ്കിലും മറ്റൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് എടുത്ത് വെക്കും. ഓല വെച്ച് കിട്ടാനില്ലാത്ത സമയമല്ലേ, എടുത്ത് വെച്ചാൽ പിന്നെയും പിള്ളേർ വഴക്കൂടി എടുത്ത് കൊടുക്കും. ഇത് പോകുക നന്നായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഇത് ഒരുപാട് നാൾ കളിക്കാൻ പറ്റുന്ന ഇത്. ഇതിന് ഭാരം വേണമെങ്കിൽ ഇതിനകത്തൊരു കഷ്ണം ഇത് മെടയുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു എണ്ണം ഭാരമുള്ള സാധനം കല്ലാൽ ചുറ്റിയോ എന്തെങ്കിലും ഒരു കഷ്ണം വെച്ചാൽ മതി. കല്ല് വെക്കാൻ പാടില്ല, കല്ല് വെച്ചാൽ കൈ കളയില്ല അടിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പിള്ളേർക്ക് കളിപ്പാട്ടമാകും. ഈശോയെ അങ്ങയെ ആരാധിക്കുന്നേൻ, അങ്ങെ സ്നേഹിച്ചിടുന്നേൻ, ആശയുണ്ടങ്ങയെ കൈക്കൊള്ളുവാനായി അങ്ങെഴുന്നാരുളണേ. മനുഷ്യർക്കായി നിൻ സാദൃശത്തിൻ കീഴ് വാസം നീ ചെയ്യുമെന്ന ഞാമില്ലാതെ നന്മനസോടെ വിശ്വസിച്ചോടി വന്നേ. ദേഹമോടാത്മാ ദൈവ സ്വഭാവ എല്ലാമേ സക്രാരിയിൽ. എനിക്ക് ഓർമ്മയില്ലാത്തപ്പം പഠിച്ചത് ഞാൻ അമ്മ പഠിപ്പിച്ചതാണ്. ഞാൻ ഓർമ്മ വെക്കുമ്പോൾ ഇത് പഠിച്ചിട്ടുണ്ട്. അമ്മയുടെ കൂട്ടത്തിൽ പാടി 2ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരു പുസ്തകം പഠിച്ചു തന്നു. അന്നേരം ഈ 15 ദിവസം കാണാപ്പാട് 2-3 ദിവസം കൊണ്ട് ചൊല്ലി പഠിച്ചു. മുണ്ടും കൈക്ക് നിങ്ങളുള്ള ചട്ടയും പോലെ കൗണി. ഞാൻ ഉടുപ്പിട്ടിട്ടില്ല. 85ാമത്തെ വയസ്സല്ലേ ഇത്. അന്നൊക്കെ ഉടുപ്പൊന്നുമില്ല, തുണിയും ചട്ടയും. പിന്നെ ആദ്യ വെള്ളിയാഴ്ച, ആദ്യ ശനിയാഴ്ച, ആദ്യ ഞായറാഴ്ച, പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ക്രിസ്തുമസിനൊക്കെ 23 ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോയിട്ടുണ്ട്. 3 ദിവസം കൂടെ പോയെങ്കിൽ 25 ദിവസം തികഞ്ഞു. അതിനൊന്നും വരികയല്ല, ഇപ്പം പറ്റിയല്ലേ. ഇതിലേ നടന്നു പോകണ്ടേ, വളഞ്ഞിട്ട് പള്ളി വരണ്ടേ. അതിനൊന്നും കുഴപ്പമില്ല. ഇപ്പോഴും പോകാൻ താല്പര്യമുണ്ട്, പറ്റിയല്ല. പള്ളിപ്പോക്ക് മുടക്കല്ല. ഇപ്പോഴല്ലേ മഴയും പേടിച്ച് പറ്റിയല്ലാതെ ആയപ്പോൾ, അല്ലെങ്കിൽ ഈ കുടയും ചൂടി അങ്ങ് പോകും. പള്ളിപ്പോക്ക് മുടങ്ങിയാൽ പിന്നെ നമ്മുടെ ജീവിതം എന്നതാണ്. പ്രവർത്തന മേഖലയിൽ ഏകദേശം 10 സംവത്സരങ്ങൾ പിന്നിട്ടുകൊണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഒരു വേറിട്ട സ്ഥാപനമായി ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ക്രൈസ്തവ ധർമ്മ പതാകയതേന്തി സ്നേഹത്തിൻ പുതുകാഹളമൂതി മോചകനേശുവിനടികളിൽ ഉണരും ശക്തി തരംഗം KCYM. യുഗശക്തി, ഇത് യുഗശക്തി. മാനവമോചനരണശക്തി, മനുഷ്യ മനസ്സിലുറങ്ങും ദൈവമഹത്വമുണർത്തും പുതുശക്തി. വിലയിടിയാത്തൊരു വിജ്ഞാനത്താൽ, അടിപതറാത്തൊരു വിശ്വാസത്താൽ